കൈമാറുന്നത്. എന്ത് തോന്നുന്നു? വളരെ വളരെ വലിയ വലിയ അനുഗ്രഹമല്ലേ ലാലേട്ടന്റെ കയ്യിൽ ഞങ്ങൾ സ്വർണ്ണക്കപ്പ് വന്ന് വലിയ അനുഗ്രഹമാണ്. ഇതിനപ്പുറം ഇനി ഒന്നുമില്ല. എങ്ങനെയാണ് കണ്ണൂർ ഇതിന് നിങ്ങൾ വലിയ ആവേശത്തിലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ തുടക്കം മുതൽ തന്നെ ഒരു ആധിപത്യം കണ്ണൂരിനുണ്ടായിരുന്നു. ഞങ്ങൾ വരുമ്പോൾ ഞങ്ങൾ സംസ്ഥാന കലോത്സവം 64ാമത് സംസ്ഥാന കലോത്സവത്തിൽ വരുമ്പോൾ ഞങ്ങളൊന്ന് തീരുമാനിച്ചോ, ഞങ്ങളുടെ കയ്യിൽ നിന്നാണ് തിരുവനന്തപുരത്തും തൃശ്ശൂർ കപ്പ് വാങ്ങിയത്. ആ കപ്പ് തിരിച്ച് കൊണ്ടുപോകണമെന്ന് ഞങ്ങൾ ജില്ലാ കലോത്സവം കഴിഞ്ഞപ്പോഴേ തീരുമാനിച്ചായിരുന്നു. അതനുസരിച്ച് നമ്മുടെ ബഹുമാനപ്പെട്ട DD-യും അവിടെ നമ്മുടെ ജില്ലാ കൺവീനറും മുഴുവൻ സ്റ്റാഫ് അധ്യാപകരും നാട്ടുകാരും രക്ഷിതാക്കളും കുട്ടികളും അവർ 1.5 മാസമായി ഇതിനു വേണ്ടി പ്രയത്നിക്കുന്നു. അത് തുടക്കം മുതൽ ഞങ്ങൾക്കറിയാം. സംസ്ഥാന കലോത്സവത്തിന് തുടക്കം മുതൽ ഇന്ന് വരെ കണ്ണൂരിന് മുകളിൽ ഒരു ജില്ലക്കാരന് പറക്കാൻ വിട്ടിട്ടില്ല. മാത്രമല്ല കേരളത്തിന്റെ തലസ്ഥാനത്ത് നിന്നും നഷ്ടപ്പെട്ട കപ്പ് സാംസ്കാരിക തലസ്ഥാനത്ത് നിന്ന് തിരിച്ചെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഹോസ്റ്റ് ചെയ്തത് അവരാണ്, ആതിഥേയരായത് അവരാണ്. പക്ഷെ അതൊന്നും കണക്കിലെടുക്കാതെ അവര് നമുക്ക് തൃശ്ശൂര് നമുക്ക് തന്നിട്ടുള്ള സ്വീകരണം അതിലേറെ വലുതാണ്. മധുരമുള്ള സ്വീകരണത്തിനും ഈ ഒരു കലോത്സവം സുന്ദരമായി സംഘടിപ്പിച്ചതിനും ഇവിടെ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പും അതുപോലെ രാജ മിനിസ്റ്ററൊക്കെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള കോർഡിനേഷൻ വർക്ക് വളരെ വലുതാണ്. അവിടെ നിന്ന് ഈ സുന്ദരവും മധുരവുമായ കപ്പ് കൂടി നമുക്ക് കിട്ടുമ്പോൾ അതിലേറെ വലിയൊരു സന്തോഷം കണ്ണൂർക്കാർക്ക് ഇനി വേറെ ഇല്ല എന്നുള്ളതാണ്. നല്ല സ്വീകരണമായിരുന്നു. ഏറ്റവും കൂടുതൽ സപ്പോർട്ട്, ഏറ്റവും കൂടുതൽ ബിഗ് സല്യൂട്ട് നൽകേണ്ട ഇവിടുത്തെ ഓട്ടോക്കാർക്കാണ്. സൂപ്പർ, നല്ല സ്വീകരനായിരുന്നു, അല്ലെങ്കിൽ നല്ല സേവനമായിരുന്നു. നല്ല സേവനമാണ്. ഞാന് കോഴിക്കോട് നിന്ന് വരുന്നതാണ്. കോഴിക്കോട് കപ്പടിക്കുന്നത് കാണാൻ വേണ്ടിട്ട് വന്നതാണ്. പക്ഷെ കണ്ണൂര് തൂക്കി. ഞങ്ങളെ അയൽവാസികളാണ്. പ്രശ്നമില്ല പോകുന്നത് കണ്ണൂര് സമാധാനം ഉണ്ടല്ലോ. ആവേശത്തിലാണ്. അപ്പൊ ആഘോഷിക്കൂ. കണ്ണൂര് നമ്മൾ കപ്പടിച്ചേ, കപ്പ് നമ്മൾ നേടിയെടുത്തേ, സ്വർണ്ണക്കപ്പിൽ മുത്തമിട്ട് കണ്ണൂരിതാ പോരുന്നേ, സ്വർണ്ണക്കപ്പിൽ മുത്തമിട്ട് കണ്ണൂരിതാ പോരുന്നേ, കണ്ണൂരിന്റെ മക്കളിതാ കപ്പുമായി വരുന്നുണ്ട്, കപ്പുമായി വരുന്നുണ്ട്. ഈ മുദ്രാവാക്യം നേരത്തെ പഠിച്ചു വെച്ചിരുന്ന സെറ്റാക്കി പറഞ്ഞ വരുമ്പോ DD പറഞ്ഞു മക്കളെ മുദ്രാവാക്യൊക്കെ ശരിക്കും പഠിച്ചിട്ട് വേണം വരാൻ, നമുക്ക് എടുക്കണം കപ്പ്. അതുപോലെ തന്നെയായി കണ്ണൂരൊക്കെ എടുത്തു കപ്പ് നമ്മൾ എടുത്തു, യാതൊരു സംശയമില്ല. ഓക്കെ, അപ്പോൾ വലിയ രീതിയിലുള്ള വലിയ ആവേശമാണ്. നേരത്തെ തന്നെ മുദ്രാവാക്യങ്ങളൊക്കെ പഠിച്ചിട്ടാണ് തൃശ്ശൂർ ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ ഈ മുദ്രാവാക്യ വിളികളിലൊക്കെ ഒരു ഐക്യം നമുക്ക് കാണാവുന്നതാണ്. എന്തായാലും വലിയ ആവേശത്തിലാണ് കണ്ണൂരിന്. അല്പസമയത്തിനകം സമാപന സമ്മേളനം തുടങ്ങും. മോഹൻലാലിന്റെ സാക്ഷാൽ നമ്മുടെ സ്വന്തം മോഹൻലാലിന്റെ കയ്യിൽ നിന്ന് കപ്പ് അവർ വാങ്ങി അത് കണ്ണൂരേക്ക് കൊണ്ടുപോകും. അതിന് വെറും ഒരു മണിക്കൂറുകൾ മാത്രം കാത്തിരുന്നാൽ മതി. സംഗീത, തീർച്ചയായും അഖില, എന്തൊരു ആവേശമാണ് അവിടുത്തെ അധ്യാപകർക്കും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക്. ഓഫ് കോഴ്സ് വളരെ വലിയ സന്തോഷമായിരിക്കും. കാരണം ഓരോ ദിവസവും അത്രയധികം വിയർപ്പൊഴുക്കി അങ്ങനെ സംസ്ഥാന കലോത്സവത്തിൽ വരുന്നു, അങ്ങനെ ജില്ലയ്ക്ക് വേണ്ടി കാര്യങ്ങൾ നേടുന്നു. അതിലൊക്കെ വലിയ സന്തോഷം. അത് ഓരോരുത്തരുടെ മുഖത്തും എന്താണെങ്കിലും അത് പ്രതിഫലിക്കുന്ന ഒന്നുകൂടിയാണ്. എനിക്ക് അഖിലയുടെ വർത്താനം കേട്ടിട്ട് അഖില അവരുടെ കൂട്ടത്തിലങ്ങ് കൂടി ചേർന്ന് ഇരിക്കുന്നു. എന്നാണെങ്കിലും അഖില, ഇനി കപ്പ് അവർ ഉയർത്തുന്ന ആ മൊമെന്റ് അത് എപ്പോഴേക്കും നമുക്ക് കാണാനാകും? മോഹൻലാൽ എത്തുന്നത് എപ്പോഴേക്കുമായിരിക്കും? 4 മണിക്ക് പൊതുസമ്മേളനം ആരംഭിക്കുന്നു. അതിനുശേഷമുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് ക്രമീകരിച്ചിട്ടുള്ളത്? സംഗീത, 4 മണിക്ക് മോഹൻലാൽ എത്തിച്ചേരും. അതിനുശേഷമായിരിക്കും കണ്ണൂരിന് ഈ കപ്പ് കൈമാറുക. നേരത്തെ സംഗീത സൂചിപ്പിച്ചതുപോലെ നമ്മളെല്ലാവരും ആവേശത്തിലാണ്. കാരണം ഈ 5 ദിവസം ഇതിന്റെ കൂടെ നിന്ന് ഭാഗമായി ഈ മക്കളുടെയും അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും എല്ലാം ആവേശത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇവിടെ നിൽക്കുന്നത്. അങ്ങനെ അവസാനം നമുക്കിപ്പോൾ ഇന്ന് രാവിലെ ഒരു ഉച്ചയ്ക്ക് ശേഷം തന്നെ നമുക്ക് മനസ്സിലായി ഈ കണ്ണൂരായിരിക്കും കപ്പടിക്കുക. കാരണം കൃത്യമായ ഒരു ആധിപത്യം കണ്ണൂർ പുലർത്തിയിരുന്നു. വെറും 5 പോയിന്റ് വ്യത്യാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും കഴിയാൻ പോകുന്ന ഇനങ്ങളിൽ അല്ലെങ്കിൽ പൂർത്തിയാകാൻ പോകുന്ന
പോകുന്ന ഇനങ്ങളിൽ ഈ കണ്ണൂരായിരിക്കും ഇത്തരത്തിൽ വിജയിക്കുക എന്നുള്ളൊരു കൃത്യമായ ധാരണ ഇവർക്കിടയിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ പോലും മനസ്സിലാകുന്നത് മുദ്രാവാക്യം വരെ അവർ ആദ്യം പഠിച്ചു വന്നവരാണ്. അതുകൊണ്ട് തന്നെ വലിയ ആവേശമാണ് അധ്യാപകർക്കും കുട്ടികൾക്കും എല്ലാവർക്കും ഉള്ളത്. ഇനി മോഹൻലാൽ വരുന്നു, സമ്മാനം അവർക്ക് കണ്ണൂർ ജില്ലയ്ക്ക് കൈമാറുന്നു. VD സതീഷിനെത്തും, അദ്ദേഹമാണ് ചടങ്ങിന്റെ ഉദ്ഘാടനം. ഇപ്പൊ നമുക്ക് മനസ്സിലാകും, ഞാൻ വേദി 1 പരിസരത്താണുള്ളത്. നിരവധി ആളുകളാണ് ഒഴുകിയെത്തുന്നത്. വലിയ ജനസാഗരമാണ് ഈ തേക്കിൻകാട് മൈതാനത്തുള്ളത്. ഒരു തൃശ്ശൂർ പൂരം, ഒരു മിനി തൃശ്ശൂർ പൂരമല്ല, തൃശ്ശൂർ പൂരം തന്നെയാണ്. തൃശ്ശൂർ പൂരത്തോളം ജനങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരെല്ലാം വലിയ ആവേശത്തിലാണ്. കണ്ണൂർ കപ്പടിച്ചു, അറിഞ്ഞോ? ഞങ്ങളിപ്പോ വന്നോളൂ. തൃശ്ശൂരാണോ? തൃശ്ശൂരാണ്. വിഷമമുണ്ടോ? വിഷമമില്ല, നമ്മുടെ മക്കളല്ലേ അല്ലേ? ഏതായാലും നമ്മുടെ മക്കളല്ലേ. അപ്പൊ ഇനി മോഹൻലാൽ ലാലേട്ടനെ കാണാൻ വന്നേ? ലാലേട്ടനെ കാണാൻ വന്ന. ലാലേട്ടനെ കാണാനാണ് ഇത്ര എക്സൈറ്റ്മെന്റ്. എങ്ങനെയുണ്ട് ആൾക്കൂട്ടവും ജനങ്ങളൊക്കെ? നല്ല തിരക്കാ. നല്ല തിരക്കാണ്, നല്ലൊരു വൈബാണ്. ഇനി ലാലേട്ടനെ കാണാനാണ് കാത്തിരിക്കുന്നത് അല്ലേ? എന്ത് തോന്നുന്നു ചേച്ചി? വിഷമമൊന്നുമില്ല, നമ്മുടെ മക്കളല്ലേ, എല്ലാരും നമ്മുടെ മക്കളല്ലേ അല്ലേ? എങ്ങനെ ലാലേട്ടനെ കാണാൻ എക്സൈറ്റഡ് ആണോ? അതെ അതെ അതെ. അപ്പൊ നിരവധി പേര് എത്തുന്നുണ്ട്. ഇപ്പോൾ തൃശ്ശൂർ പ്രദേശത്ത് മാത്രമല്ല, നമ്മളിപ്പോ പലരോടും സംസാരിച്ചപ്പോൾ കോഴിക്കോട് നിന്നും കാസർഗോഡ് നിന്നും എല്ലാം മക്കൾ പങ്കെടുക്കുന്നില്ലെങ്കിൽ പോലും ഈ കലോത്സവം കാണാൻ മാത്രം എത്തിയിട്ടുണ്ട്. നമ്മുടെ കൂടെ അശ്വതി കൂടിയുണ്ട്. അശ്വതി, വലിയൊരു ആവേശം. നമ്മളിപ്പോ 5 ദിവസം നിന്നു. ഈ ഒരു ആവേശമാണ് ഇന്ന് ഇവിടെ അവസാനിക്കാൻ പോകുന്നത്. വിഷമമുണ്ട്, പക്ഷേ കണ്ണൂർ ഇപ്പോൾ കപ്പടിച്ചിരിക്കുന്നു. കൃത്യമായ ഒരു ആധിപത്യം നമുക്ക് പോയിന്റ് നില പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലായിരുന്നു, കൃത്യമായ ഒരു ആധിപത്യം കണ്ണൂർ പുലർത്തുന്നു. അപ്പൊ എന്ത് തോന്നുന്നു കണ്ണൂരിന്റെ ഒരു വിജയം കണ്ടിട്ട്? അതിനിടയിൽ ഞാൻ ചെറുതായത് വഴി തെറ്റിപ്പോയായിരുന്നു. ഇപ്പോഴാണ് നിന്നെ കണ്ടത്. നമ്മൾ തൊട്ട് മുൻപാണ് നമ്മൾ പറഞ്ഞു വെച്ചത് കണ്ണൂരാണ് മുന്നിൽ. അത് പറഞ്ഞ് ഉള്ളിലേക്ക് എടുക്കുന്നതിന് മുൻപ് തന്നെ കണ്ണൂർ വിജയികൾ എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അവരുടെ ഒരു വാശി എന്ന് പറയുന്നത് അവരുടെ കൂട്ടത്തിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ തൃശ്ശൂർ ജില്ലയിൽ വന്ന് കപ്പെടുക്കുക എന്ന് പറയുന്നത് അവരുടെ ഒരു വാശി തന്നെയായിരുന്നു. ആ വാശി തന്നെയാണ് അവർ സാധിച്ചെടുത്തത്. അതെ, മുൻകൂറായ മുദ്രാവാക്യം എല്ലാം പഠിച്ച് കൃത്യമായി അത് വിളിച്ച് അവരുടെ ആ ഒരു എന്താ പറയുക ആവേശം നമ്മളെല്ലാവരും ഇപ്പോൾ കണ്ടതാണ്. അതെ, ഇപ്പോൾ നമ്മൾ പ്രധാനമായും സൂര്യകാന്തി വേദിയുടെ മുന്നിലാണുള്ളത്. അവിടുത്തെ ഒരു ആൾക്കൂട്ടം ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും. കുട്ടികളും അധ്യാപകരും രക്ഷിതാക്കളും എല്ലാം ഒത്തുകൂടിയിട്ടുണ്ട്. നിരവധി സുരക്ഷ, അതായത് തിരക്ക് സംബന്ധിച്ച് നിരവധി പോലീസുകാരെയും പ്രധാന കവാടങ്ങളിലും പ്രധാന വേദികളിലും എല്ലാം വിന്യസിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഒരു ജനക്കൂട്ടം ഇങ്ങോട്ട് ഒഴുകി വരുന്ന കാഴ്ചയാണ് സംഗീത കാണുന്നത്.